ഞാൻ എൻ്റെ മുമ്പിലിട്ട വീഡിയോയിലുണ്ട് ഞാൻ ഇൻട്രോവേർട്ടാണോ എക്സ്ട്രോവേർട്ടാണോ എന്ത് വേർട്ടാണെന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ ഞാൻ എൻ്റെ ഇൻട്രോവേർട്ടിസത്തിൻ്റെ അങ്ങേയറ്റം കണ്ടൊരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. അതായത് ഓക്കെ, ഞാൻ ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ എപ്പോഴാണെങ്കിലും എനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ആശ്രയിക്കുന്നത് ഒരൊറ്റ ആളെയാണ്, ഗൂഗിൾ മാപ്സ്. പുള്ളി പറയുന്നിടത്ത് ഞാൻ പോവും, പുള്ളി പറയുന്നിടത്ത് ഞാൻ ഇറങ്ങും, അത്രയും ദൂരം നടക്കും, അത്ര മീറ്റർ കഴിയുമ്പോൾ നിൽക്കും, പക്ക. എനിക്ക് വേറെ ആരോടും ചോദിക്കാൻ പറ്റും. ഞാൻ എവിടെയാണോ പോകേണ്ടതെന്ന് ഞാൻ ഗൂഗിൾ മാപ്പിന് അടിച്ചു കൊടുക്കും, പുള്ളി പറയുന്നിടത്ത് മാത്രമേ ഞാൻ പോവും. ഒന്നാമത്തെ കാര്യം, മെയിൻ കാര്യം, എനിക്ക് ആൾക്കാരോട് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇതിനെ ആശ്രയിച്ച് ഇങ്ങനെ നടക്കുന്നത്. അപ്പം പിന്നെ ഞാൻ ഒരു ദിവസം ബസ്സിൽ പോയി, എനിക്ക് പോകേണ്ട ഒരു സ്ഥലത്തേക്ക് ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ബസ് പറഞ്ഞു ഇന്ന ബസ്സിൽ കയറണം എന്ന് എൻ്റെ അടുത്ത് ഗൂഗിൾ മാപ്സ് പറഞ്ഞു. ഞാൻ കയറി, മാപ്പിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഞാൻ കയറി, എനിക്ക് സീറ്റൊക്കെ കിട്ടി, ഞാൻ ഇരുന്നു. എൻ്റെ ഫ്രണ്ടിലിരുന്ന് ഒരു ചേട്ടൻ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പാണ് അടുത്തത് എന്നൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ, എനിക്കറിയത്തില്ലല്ലോ ഇത് ശരിയാണോ തെറ്റാണോ എന്നോട്. പക്ഷെ ഗൂഗിൾ മാപ്പ് നോക്കുമ്പോൾ പുള്ളി പറയുന്നത് അടുത്ത സ്റ്റോപ്പ് എന്നാണ്. അപ്പം എനിക്ക് വേറെ ആരും അറിയത്തില്ല, എനിക്ക് അറിയത്തേ ഇല്ല. അപ്പം എനിക്ക് വിശ്വാസം മുഴുവനും എൻ്റെ മാപ്പിനെയാണ്. എന്നിട്ട് ഈ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, എനിക്കറിയത്തില്ല ഇത് സത്യമാണോ അതോ ഞാൻ വിചാരിക്കണാണോ സത്യം, ഇത് ഞാൻ ഈ മാപ്പ് വെച്ച് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഇത് മുഴുവൻ തിരിച്ചു നടക്കണോ, എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ആ കണ്ടക്ടർ എൻ്റെ ഫ്രണ്ട് നിൽപ്പുണ്ട്, ആ പുള്ളിയോടൊന്ന് ചോദിച്ചാൽ മതി, ചേട്ടാ ഇത് ശരിയാണോ. ചെയ്യൂല, ഞാൻ മിണ്ടൂല അവരെടുത്ത്. എനിക്ക് മിണ്ടാൻ മടിയായിട്ട് ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ലാസ്റ്റ് ഞാൻ ആ മാപ്പിൽ പോലെ ഇറങ്ങാൻ തീരുമാനിച്ചു. ഓക്കെ, ഇൻ കേസ് മാപ്പിൽ എഴുതിയിരിക്കുന്നത് തെറ്റാണെങ്കിൽ ഞാൻ ഒരു സ്റ്റെപ്പ് നടക്കും തിരിച്ച്, ഓൾ ദ വേ. എന്നാലും ഞാൻ ചോദിക്കൂല ഒരു മനുഷ്യൻ്റെ അടുത്ത്. ഇത് സംഭവം കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയതൊക്കെ കറക്റ്റ് സ്ഥലത്തൊക്കെ തന്നെ. പക്ഷെ ഞാൻ എപ്പോഴും എന്നോട് തന്നെ ചോദിക്കും. ഈ ട്രോളൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ, അതായത് നമ്മൾ ഈ ഒരു ബസ്സിൽ കയറി ഇരുന്നിട്ട് കണ്ടക്ടറോട് സംസാരിക്കാൻ മടിയായതുകൊണ്ട് സ്റ്റോപ്പ് എത്തിയിട്ട് ഇറങ്ങാതെ പോകുന്ന ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെയാണ് ഞാൻ. എനിക്ക് മിണ്ടാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഞാൻ പോവും ചിലപ്പോൾ. എന്താ എനിക്ക്